ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫേസ് വാഷിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഞാനൊരു 2 മാസമായിട്ട് അത് യൂസ് ചെയ്യാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫേസ് വാഷ് ആട്ടോ. നമ്മുടെ സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും വരുത്താത്ത ഒരു നല്ലൊരു ഫേസ് വാഷിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ആ ഫേസ് വാഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നമ്മുടെ ധാത്രിയാണ്. ധാത്രിയുടെ ഹെർബൽ പിമ്പിൾ കെയർ നീം ഫേസ് വാഷാണിത്. ഓക്കെ, അടിപൊളി ഒരു ഫേസ് വാഷ് ആട്ടോ. ഞാൻ ഇപ്പോൾ 2 മാസമായിട്ട് ഇത് യൂസ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും വാങ്ങിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. നല്ലൊരു ഫേസ് വാഷാണ്. അപ്പോൾ ധാത്രിയുടെ പ്രൊഡക്റ്റാണ്, അറിയാമല്ലോ അല്ലേ? ഇതിൻ്റെ ഷാമ്പൂ അങ്ങനെ പല പല പ്രോഡക്റ്റ്സ് ഉണ്ട് ധാത്രിയുടെ, എല്ലാം അടിപൊളിയാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ധാത്രിയുടെ ഷാമ്പൂവും യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടിനും നല്ലൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 100% എന്താ പറയുക, നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല, ബട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ നീമുണ്ട്, തുളസിയുണ്ട്, അലോവേര ഉണ്ട്. ഇതിലുള്ളതൊക്കെ എന്തായാലും ഞാൻ വായിക്കാം, എന്തൊക്കെയാണെന്ന് ഇവർ എന്താ ക്ലെയിം ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ. ധാത്രി ഹെർബൽ പിമ്പിൾ കെയർ നീം തുളസി ഇന്ത്യൻ ആലോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫോർ ക്ലിയർ പിമ്പിൾ ഫ്രീ സ്കിൻ ഫ്രീ ഫ്രം പാരബൻസ് ആൻഡ് സിലിക്കോൺസ്, നെറ്റ് വോളിയം 50 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യം എന്തൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫേസ് വാഷിൽ എന്തായാലും നീമുണ്ട്, തുളസിയുണ്ട്, അലോവേര ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതേപോലെ ഇതിൽ പാരബൻ ഇല്ല, സൾഫേറ്റ് ഇല്ല, മിനറൽ ഓയിൽ ഇല്ല, പിന്നെ അതേപോലെ തന്നെ സോപ്പില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും ഇതിലില്ല എന്ന് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്, ബാക്കിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു 50 ml പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസാണ് കേട്ടോ. പിന്നെ നീമിൻ്റെ ഗുഡ്നെസ് ഒക്കെ നമുക്കറിയാമല്ലോ. എന്തായാലും ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ഹെർബാണ്. ബാക്ടീരിയനെ ക്ലീൻ ചെയ്യാനും, അതായത് സ്കിൻ പ്യൂരിഫൈ ചെയ്യാനും, അതേപോലെ തന്നെ ബ്രേക്ക് ഔട്ട്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ അത് ഈ നീം ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം അതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള കാര്യമുണ്ട്. അതേപോലെ തുളസിക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ഹെർബാണ് അല്ലേ. നമ്മൾ ജലദോഷത്തിന് യൂസ് ചെയ്യും, അതേപോലെ മുറി കട്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ അതേപോലെ തന്നെ ഇത് സ്കിന്നിന് പിമ്പിൾസ് വരാതിരിക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനൊരു കാര്യമാണ് തുളസി ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലുള്ളത് അലോവേരയാണ്. അതറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആക്കി വെക്കുന്നൊരു സംഭവമാണ് ഈ അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ല. അതേപോലെ തന്നെ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ മാർക്സ് ഒന്നും ഇല്ലാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സപ്പോസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ നമ്മുടെ ആ മാർക്സ് എല്ലാം കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അലോവേര. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ ഫോർ യൂസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഫേസ് വാഷ് പോലെ തന്നെ കുറച്ചെടുക്കുക, ഒത്തിരി ഒന്നും എടുക്കരുത്. ഒരു പീ സൈസ് ചെറിയൊരു ഡ്രോപ്പ് എടുക്കുക, നന്നായിട്ട് ലാദർ ആക്കുക, ഫേസിലും കഴുത്തിലും വെറ്റ് ഫേസിൽ കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്യുക. മിനിമം ഒരു 1 മിനിറ്റ് എങ്കിലും നമ്മൾ ഫേസ് നന്നായിട്ട് സർക്കുലർ മോഷനിൽ വാഷ് ചെയ്യണം എന്നാണ്, സോപ്പ് വെച്ച് അതായത് ഫേസ് വാഷ് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് വേണം വാഷ് ചെയ്ത് കളയാൻ, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് രാവിലെയും വൈകുന്നേരം ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മിനിമം ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഏതൊരു പ്രൊഡക്റ്റും അങ്ങനെ കിട്ടില്ല, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. സോ അതെന്തായാലും നോക്കുക. നമ്മളിപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്തിട്ട് ഇതുകൊണ്ടൊന്നൊരു യൂസും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാറ്റി വേറെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. സോ മിനിമം ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ശരിക്കും കാണാൻ പറ്റുക. നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം. ഇതിങ്ങനെ നമ്മുടെ സ്കിന്നിനെ ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല. അതേപോലെ തന്നെ എല്ലാ സീസണിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മഴയാണ്, കഴിഞ്ഞ മാസം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോഴും ഞാൻ അത് യൂസ് ചെയ്തു. സോ അലോ ഉള്ള കാരണം കൊണ്ട് നമ്മുടെ സ്കിന്നിനെ അങ്ങനെ ഡ്രൈ ആക്കുന്നില്ല. ഇത് ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാം. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. സോ അത് കാരണം കൊണ്ട് ഓയിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ ബ്രേക്ക് ഔട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അതെനിക്ക് എന്തായാലും പറയാൻ പറ്റും, പുതിയ പിമ്പിൾസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. കറക്റ്റായിട്ട് നമ്മൾ സ്കിൻ കെയർ നോക്കിയാൽ മാത്രമേ അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നല്ലൊരു പാക്കേജിംഗ് ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇത് കിട്ടുന്നത്. പിന്നെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു തുളസി, ഒരു ഹെർബൽ സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്, അങ്ങനെ ഭയങ്കര സ്മെല്ലായിട്ടൊന്നും തോന്നില്ല. പക്ഷേ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ലങ്ങ് മാറും, ഒത്തിരി അങ്ങ് സ്മെല്ലൊന്നുമില്ല.
അതൊക്കെ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ നല്ലൊരു റിസൾട്ടാട്ടോ നമുക്ക് തരുന്നത്. മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. മിനിമം ഒരു 1.5 മാസമെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ ആ റിസൾട്ട് ശരിക്കും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ ഇന്നത്തെ റിവ്യൂ. എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായി കാണുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.